കാര്യം രണ്ടുപേരും കട്ടക്കമ്മികളാണെങ്കിലും കക്കൽ ശേഷിയിൽ വാസുവിന്റെ അത്ര വിരുത് നമ്മുടെ പത്മകുമാറിനില്ല. കാരണം വാസു തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ തീർത്തും ജൈവ കമ്മ്യൂണിസ്റ്റ്. വാസുവിന് ദൈവമില്ല. ഉണ്ടെങ്കിൽ അത് കമലാപതിയും കല്യാണിയെ കോര സുതനുമായിട്ടുള്ള സാക്ഷാൽ ദ്വിമാറ തസ്കരോത്തമ തമ്പുരാൻ മാത്രവുമാണ്. അതുകൊണ്ട് ഭഗവാന്റെയും ഭക്തന്റെയും മുതല് മനസാക്ഷിക്കുത്തില്ലാതെ വാസു ചേട്ടൻ ഒന്നുപോലെ കക്കാം. കാരണം അദ്ദേഹത്തിന് ദൈവമില്ല എന്ന് ഉറപ്പുള്ളവന് ദൈവകോപത്തെ ഭയവും കാണില്ല. ഇല്ലാത്ത ഒന്നിന്റെ കോപം എങ്ങനെ അവനവനെ ബാധിക്കാനാണ് എന്ന് പറയുന്ന യുക്തി അവർക്ക് ഉണ്ടാവും. എന്നാൽ നമ്മുടെ പത്മകുമാർ അങ്ങനെയല്ല കേട്ടോ. ശബരിമലയിൽ അങ്ങനെ ഒരു മോഷണം നടത്തി ആർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. ആ മനുഷ്യൻ ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പോങ്ങൻ ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങാനും ദൈവം ഉണ്ടെങ്കിലോ എന്ന് പറയുന്ന നിലയിൽ ഒരു സംശയം തീർച്ചയായിട്ടും പത്മകുമാറിന്റെ ചിന്തയിൽ അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. ഭക്തന്റേത് കട്ടാലും ഭഗവാന്റെ മുതൽ കൊള്ളയടിക്കാൻ പത്മകുമാർ സ്വല്പമൊന്ന് ഭയക്കും. കാരണം പത്മകുമാറിന് ദൈവമുണ്ട്. ഞങ്ങളുടെ കുടുംബം ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായും വാസുവിനെ പോലുള്ള ഓർഗാനിക് കമ്മ്യൂണിസ്റ്റുകളുടെ അത്ര പണിക്കുറ്റം തീർന്ന ആ തസ്കര വേല അത് പത്മകുമാറിനെ പോലുള്ള സിന്തറ്റിക് സഖാക്കളിൽ നിന്ന് ഒട്ടും തന്നെ പോങ്ങൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന നിലയിൽ ഒരു അടവ് നയം പത്മകുമാറിനെ പോലുള്ള രാസ സഖാക്കൾ സ്വീകരിക്കും. അതവരുടെ ബുദ്ധിയാണ്, കൗശലമാണ്. പത്മകുമാറിന്റെ മായം കലർന്ന ഇത്തരം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരു പരിധിവരെ പാർട്ടിക്ക് അപകടമാകുമെന്ന് പറയുന്ന ഒരു ചിന്ത പോങ്ങനുണ്ട്. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ പത്മകുമാർ തനിക്ക് അറിയാവുന്നത് മുഴുവൻ ദൈവകോപം ഭയന്ന് കുടഞ്ഞ് എന്താ ഞാൻ ഈ പറഞ്ഞത്, ദൈവകോപം ഭയന്നുകൊണ്ട് കുടഞ്ഞിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടുന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കലങ്ങാതെ തെളിയാൻ ഒക്കൂലല്ലോ. വാസുചേട്ടൻ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കരിങ്കൽ വിഗ്രഹം പോലെ ഉറഞ്ഞിരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഉപമ പോങ്ങൻ തീർച്ചയായിട്ടും നീക്കം ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ തലയ്ക്ക് വെളിവില്ലാത്ത പ്രബുദ്ധരതിൽ ബോഡി ഷെയ്മിംഗ് ആരോപിക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വാസുചേട്ടൻ അങ്ങനെ തറഞ്ഞിരിക്കുകയുള്ളൂ എന്ന വിധം പോങ്ങൻ ഉപമാ പരിഷ്കരണം വരുത്തിയതായി നിങ്ങൾ മനസ്സിലാക്കുവോ? അതെന്തായാലും വാസുചേട്ടന്റെ വായിൽ നിന്ന് ഒന്നും തന്നെ പോലീസുകാർക്ക് കിട്ടില്ല. പക്ഷെ പത്മകുമാർ ചോദിക്കാത്തതിന് കൂടി ഒരു പക്ഷേ ഉത്തരപ്പെട്ടേക്കാം. കാരണം അദ്ദേഹത്തിന് ദൈവമുണ്ട്. ദൈവകോപം ഉണ്ടാകുമോ എന്ന ഭയവുമുണ്ട്. നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കാര്യമായ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പത്മകുമാറിനെ ഒരു 2 ആഴ്ചക്കാലം ജയിലിലിട്ട് വളർത്താനേ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചേക്കൂ എന്ന് പറയുന്ന ഒരു തോന്നൽ പോങ്ങന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു ആശങ്ക പോങ്ങന്റെ ഉള്ളിലുണ്ട്. കാരണം ഇവരൊക്കെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മേളിൽ നിന്നുള്ള വിളികളെ അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണല്ലേ. സംഗതി ഇത്രയുമൊക്കെ ആയ നിലയ്ക്ക് പത്മകുമാറിന്റെ അറസ്റ്റോടെ സകല ഓർഗാനിക് സഖാക്കളും രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു നിരീക്ഷണം പോകന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട്. ഇനിയും മുകളിലോട്ട് അറസ്റ്റും മറ്റും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പത്മകുമാർ തന്നെ പറഞ്ഞതുപോലെ പാർട്ടിയിലെ വലിയ ദൈവങ്ങളൊക്കെ പങ്കെടുത്ത കൊള്ളയാവുമ്പോൾ സത്യസന്ധതയുടെയും ആദർശത്തിന്റെയും ഒക്കെ ഉപദ്രവം എത്ര കലശലാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില പരിമിതികളൊക്കെ വന്നു പിടിപെടാം. നേരത്തെ പറഞ്ഞതുപോലെയാണ്, മേളിൽ നിന്നുള്ള വിളികൾ വന്നുപെടാം. UAE കോൺസുലേറ്റ് വഴി ഡിപ്ലോമാറ്റിക് ബാഗേജിലും അതുപോലെ ബിരിയാണി ചെമ്പിലും ഈന്തപ്പഴത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലുമൊക്കെയായി കഴിപ്പിക്കപ്പെട്ട സ്വർണ്ണക്കടത്ത് നേർച്ച അത് ശിവശങ്കരനിൽ അങ്ങ് ചെന്ന് അവസാനിച്ചതുപോലെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മോഷണ വഴിപാട് പത്മകുമാറിലും ചെന്നങ്ങോട്ടേക്ക് അവസാനിച്ചേക്കും. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നില്ല, കമ്മീഷണറുമായിരുന്നില്ല. വാസുചേട്ടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മാധ്യമധർമ്മക്കാരന്മാരും പ്രബുദ്ധ കേരളീയരും വളരെ മനഃപൂർവ്വം പ്രകടിപ്പിച്ചിട്ടുള്ള ആ പ്രതികരണ പാകത പോങ്ങൻ തീർച്ചയായിട്ടും ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരുപാട് കാലമൊന്നും ആയില്ലല്ലോ അത് നടന്നിട്ടല്ലേ, കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ. എങ്കിലും ആ ഒരു പ്രതികരണ പാകത പോങ്ങൻ കൃത്യമായി ഓർക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ പത്മകുമാർ പോലീസിന്റെ പിടിയിലായപ്പോൾ പ്രബുദ്ധ കേരളം ക്ഷോഭിക്കുന്ന യൗവനമായി ആക്രോശിക്കാൻ തുടങ്ങി. അതായത് പത്മകുമാറാണ് അസൽ ഇര. അതേസമയം അയാൾ തന്നെയാവണം ഈ കൊള്ളയിലെ ഏറ്റവും കുറഞ്ഞ പങ്ക് വഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പത്മകുമാർ ആവാനുള്ള സാധ്യതയുമുണ്ട്. ഏറ്റവും കുറഞ്ഞ പങ്കെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്റെ മകൻ തന്നെയാണ്. അവിടെ ഈ യോഗദണ്ഡ് എന്ന് പറയുന്ന അങ്ങനെയുള്ള വലിയ പ്രശ്നമല്ല. അതൊരു ഈ യോഗദണ്ഡ് അദ്ദേഹത്തിന്റെ പുത്രനെ കൊണ്ട് മിനിക്കിച്ചതൊന്നും മറന്നിട്ടല്ല പോകരുത് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പങ്കേ പത്മകുമാറിന് ശബരിമല കൊള്ളയിൽ ഉണ്ടാവൂ എന്നാണ് എന്റെ ഒരു തോന്നൽ. വല്ലവരും വല്ല കുഴപ്പങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ പേരെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഈ പാർട്ടി പ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും പാർട്ടി പ്രവർത്തകനായി അദ്ദേഹം തുടരുന്ന എല്ലാ കാലത്തും ദ്വിമാറ പക്ഷത്ത് അടിയുറച്ചു നിന്ന ഒരു അതിക്രൂരനായിട്ടുള്ള അടിമ ബുദ്ധനായിരുന്നു നമ്മുടെ പത്മകുമാർ. ഒരിക്കലും അദ്ദേഹത്തിന് VS-നോടൊരു മമതയുണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാ കാലത്തും ഔദ്യോഗിക പക്ഷത്ത് അടിയുറച്ച് നിന്നിരുന്നു. ഇതാണ് സത്യം. എന്നാൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാർട്ടി കൈക്കൊണ്ട നിലപാടിനോട് ഈ പത്മകുമാർ വിരുദ്ധ സമീപനം സ്വീകരിച്ചതോടുകൂടി
ആ മനുഷ്യൻ പാർട്ടിക്ക് അപ്രിയനായി മാറി. സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കാൻ പത്മകുമാറിനെ പ്രേരിപ്പിച്ചത് പാർട്ടി അച്ചടക്കത്തിന്റെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ ദ്വിമാറ തസ്കരോത്തമനോടുള്ള ആ കൂറില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. പകരം അയ്യപ്പ കോപം ഉണ്ടായാലോ എന്ന് പറയുന്ന ആ ഭയം, അത് ഉള്ളിൽ തട്ടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പത്മകുമാറിൽ അയ്യപ്പ കോപം ഉണ്ടാകുമോ എന്ന് പറയുന്ന ഭയം കൃത്യമായും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പലപ്പോഴും പ്രതിഫലിച്ച് പോകാൻ കണ്ടിട്ടുമുണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടുമുണ്ട്. ശബരിമലയിൽ നിന്ന് അങ്ങനെ ഒരു മോഷണം നടത്തി ആർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞത്, പത്മകുമാർ ഒരു സിന്തറ്റിക് സഖാവാണെന്ന്. ഒട്ടും ജൈവ സഖാവല്ല, ഓർഗാനിക് അല്ല, സിന്തറ്റിക് സഖാവാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടിയുടെ പ്രധാന ബലിയാട് ഒരുപക്ഷെ പത്മകുമാർ തന്നെ ആവുകയും ചെയ്യും. ഡിപ്ലോമാറ്റിക് ബാഗേജ് ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ ശിവശങ്കരൻ ബലിയാടായതുപോലെ തന്നെ എന്നാണ് പോകാൻ ഉദ്ദേശിച്ചത്. എന്നെ ഒറ്റതിരിച്ചാക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നില്ല, കമ്മീഷണറുമായിരുന്നില്ല. എന്തൊരു സ്ലീക്ക് സൊല്യൂഷനാണ്. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉണ്ടാവുമെന്ന് പറയുന്ന വാർത്ത കേട്ടപ്പോൾ ഒരു കാര്യവുമില്ല. അത് നമ്മുടെ നവീൻ ബാബു എൻ്റെ ഓർമ്മയിലേക്കൊന്ന് ചുമ്മാ വന്നുപോയി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നവീൻ ബാബുവിനെ വെറുതെ ഒന്ന് ഓർത്തുപോയി. നവീൻ ബാബുവിന്റെ ഗതി പത്മകുമാറിന് വരാതിരിക്കാൻ ശബരിമല ശാസ്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന പോലെ ഈ പോങ്ങൻ ചുമ്മാതൊന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പത്മകുമാറിനും വാസുവിനും പോറ്റിക്കും മാത്രമായി ഈ സ്വർണ്ണക്കൊള്ളയുടെ പാപം അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. വിശ്വാസമല്ല അതിനടിസ്ഥാനം. ഈ തസ്കര സംഘത്തിന്റെ കൈകളിൽ ദേവസ്വം ഭരണം എത്തിക്കാനായി ഈ കമ്മിക്കൂട്ടത്തിന് വോട്ട് നൽകിയിട്ടുള്ള സകലമാന ഹിന്ദുക്കളും ഈ പാപത്തിന്റെ അംശം പറ്റുന്നവരാണ്. ഈ തസ്കര കൂട്ടത്തിന് വോട്ട് ദാനിച്ചതിന് ശേഷം പ്രബുദ്ധത മുറ്റിയ മണ്ടയും മതേതരത്വം വിരിഞ്ഞ നെഞ്ചുമായി എന്തോ കേമപ്പെട്ട കാര്യം ചെയ്തു എന്ന് പറയുന്ന ഊറ്റത്തോടെ പോളിംഗ് ബൂത്തിൽ നിന്നും ഇറങ്ങി വന്ന ഹൈന്ദവന്മാരുടെ ചൂണ്ടുവിരലിൽ പുരണ്ട ആ മഷിയുണ്ടല്ലോ, ആ മഷി, അത് ഹൈന്ദവ ദൈവങ്ങളെ പൊതുവേയും ശബരിമല ശാസ്താവിനെ വിശേഷിച്ചും വഞ്ചിച്ചതിനുള്ള അടയാളമായിരുന്നു. കളങ്കത്തിന്റെ മഷി അടയാളം, പാപത്തിന്റെ മഷിക്കുത്ത്. നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും. സാമാന്യ ബോധമുള്ള ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദികളെ ക്ഷേത്രത്തിന്റെ പരിസരത്തടുപ്പിക്കില്ലായിരുന്നു. എന്തായാലും ഒരു 5 കൊല്ലം മുന്നേ തന്നെ പോങ്ങൻ ഇത് പ്രവചിച്ചതാണ് കേട്ടോ. സത്യമായിട്ട് പറയുന്നതാണ്. പോങ്ങൻ പ്രവചിച്ചതാണ്. എന്ന് വെച്ചാൽ കനകച്ചട്ടയിൽ ക്ഷേത്രങ്ങളിൽ വാഴുന്ന ഭഗവാന്മാർ വിഗ്രഹം നഷ്ടപ്പെടാതെ സ്വയം സൂക്ഷിക്കണമെന്ന് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞതാണ്. ഭഗവാന്മാർ മൈൻഡാക്കിയില്ല, ഒരു ഭഗവാനും മൈൻഡാക്കിയില്ല. ഒരൊറ്റ ഹൈന്ദവൻ പോലും പോങ്ങന്റെ പ്രവചനത്തിന് ചെവി കൊടുത്തില്ല എന്ന് പറയുന്നതാണ് ദാരുണമായിട്ടുള്ള സംഗതി. എനിക്കതിൽ നല്ല പരിഭവമുണ്ട്. കാര്യം ഞാനൊരു രസ്യൻ സിദ്ധനാണ്. സത്യമായിട്ടും പോങ്ങ യുഗമൊക്കെയാണല്ലോ ഇനി വരാൻ പോകുന്നത്. ഭാവിയിൽ പോങ്ങർ സിദ്ധർ എന്നറിയപ്പെടേണ്ട ഒരു മുതലാണ് ഈ ഞാനെന്നത്. നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്കത് വളരെ നന്നായിട്ടറിയാം. പോങ്ങർ സിദ്ധർ, ഞാനൊരു വലിയ സിദ്ധനാണ്. എങ്കിലും കമ്മികൾ കാവും കുളവും വരെ കൊള്ളയടിക്കുമെന്ന് ഞാൻ പ്രവചിച്ചതിന് പിന്നിൽ പോങ്ങന്റെ സിദ്ധിക്ക് തീരെ പങ്കില്ല കേട്ടോ. അത് സിദ്ധി കൊണ്ട് പറഞ്ഞതല്ല. കൊയ്യാറായ പാടത്ത് വിളകക്കാൻ വരുന്ന കൊറ്റികളെ പാട്ട കൊട്ടി ഓടിക്കുന്ന ഒരു ആചാരം എന്റെ നാട്ടിലുണ്ടായിരുന്നു. അതായത് കൊറ്റികൾ കൊയ്യാറായ പാടം തേടി വരുന്നത് വിളകക്കാനാണെന്ന് പറയുന്ന ബോധം ഞങ്ങളുടെ നാട്ടിലെ കർഷകർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊറ്റികളെ അവർ പാട്ട കൊട്ടി ഓടിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. ആ മനസ്സിലാക്കൽ ശരിയുമായിരുന്നു. എന്നാൽ അമ്പല പരിസരത്ത് വട്ടമിട്ടു പറക്കുന്ന കള്ള കമ്മികളെ പാട്ട കൊട്ടി ഓടിക്കാനുള്ള ബുദ്ധി ഒരൊറ്റ ഹൈന്ദവൻ പോലും കാണിച്ചില്ല അല്ലേ. പോങ്ങനെ ഒരു നാട്ടിൻപുറ കർഷകന്റെ ബോധമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നു. കമ്മികളെ സൂക്ഷിക്കണം, അവർ കക്കുമെന്ന് ഒക്കെ ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. കമ്മികളെ സൂക്ഷിക്കണേ, അവർ കക്കും എന്ന് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരൊറ്റ ഹൈന്ദവനും പക്ഷേ പോകനെ കേട്ടില്ല. കേട്ടവർ എനിക്ക് നേരെ പരിഹാസ കല്ലെറിയുകയാണ് ചെയ്തത്. എനിക്ക് നല്ല പരിഭവമുണ്ടതില്. എന്തായാലും പിന്നെയും അമ്പലം വിഴുങ്ങികൾക്ക് മിന്നുന്ന ജയം നൽകിക്കൊണ്ട് സ്വന്തം ഭഗവാന്മാരെ ഹിന്ദുക്കൾ അങ്ങോട്ടേക്ക് ഊശിയാക്കി വിട്ടു എന്നതാണ് നേര്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. വരാനിരിക്കുന്ന സകല കെടുതികളും വളരെ അഭിമാനത്തോടെ അങ്ങ് അനുഭവിച്ചോളുക. ഹിന്ദുക്കൾ അനുഭവിച്ചോളുക. എൻ്റെ പൊന്നു ഹിന്ദുക്കളെ, ഇനിയും നിങ്ങൾ നിരന്തരം വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും കേട്ടോ, ഉറപ്പായും. ഒപ്പമുള്ളവരും ഒപ്പമുണ്ട് എന്ന് നടിക്കുന്നവരുമൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്നവരുമൊക്കെ ഇനിയും നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വെറും നാണ്യമൃഗങ്ങളായി മാറിക്കൊണ്ടേയിരിക്കും. അപമാനങ്ങളെ അഭിമാനമായും അനീതികളെ അവകാശമായും അനുഭവിക്കാനുള്ള നിങ്ങളുടെ ഈ ബുദ്ധിയുണ്ടല്ലോ, സവിശേഷമായിട്ടുള്ള ഈ ബുദ്ധി, അതാണ് ഭഗവാന്മാർ നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷാ വരം. മനഃപൂർവ്വം എന്നതാണ് ഈ ബുദ്ധി. തിരഞ്ഞെടുപ്പൊക്കെയാണ് വരുന്നത് അല്ലേ. വളരെ വിവേകത്തോടെ സമ്മതിദാനം വിനിയോഗിക്കണമെന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. കാരണം മച്ചിപ്പശുവിനെ തൊഴുത്തുമാറ്റി കെട്ടിയിട്ട് വിശേഷമൊന്നുമില്ല എന്ന് എനിക്ക് വളരെ നല്ലോണം അറിയാം. നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷം പേർക്കും പാർട്ടി ഭേദം കൂടാതെ, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, പാർട്ടി ഭേദം കൂടാതെ തസ്കരബാധ തീണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണമാറ്റം എന്നാൽ മന്തുമാറ്റം പോലെ കേരളീയരെ ഇനി അത് ബാധിക്കുകയുള്ളൂ.
ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് മന്തി മാറ്റി വെച്ചതുകൊണ്ട് യാതൊരു വിശേഷവുമില്ല, പ്രയാസങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അത്രയേ ഉള്ളൂ. ജനാധിപത്യ ബുദ്ധിയുള്ള പൗരന്മാരും സാമൂഹ്യ ബോധമുള്ള പൊതുപ്രവർത്തകരും ഉണ്ടാവാതെ ഇനി ഈ നാട് ഒട്ടും തന്നെ നന്നാവില്ല. ഇത്രയും പൊതുകാര്യം പറഞ്ഞ നിലയ്ക്ക് ഇനി സ്വല്പം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് പോകാൻ പോയിക്കോളാം. എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഒരു 1000 കൊല്ലങ്ങൾക്കപ്പുറം പോങ്ങയുഗം സംഭവിക്കും കേട്ടോ. പോങ്ങയുഗം. സകല പൗരന്മാരും പോകന്മാരാവും. ദിനോസറുകളെ അനുകരിച്ചുകൊണ്ട് പ്രബുദ്ധർ ചരിത്രമായി പോകും. ഭക്തരും ദൈവങ്ങളും ദൈവനിഷേധികളും ഏകോദര സഹോദരങ്ങളെ പോലെ അങ്ങ് ഈ മണ്ണിൽ വാഴും. അക്കാലത്ത് കണ്ടമാനം കണക്കിന് ശാന്തി കൊണ്ടും അളവില്ലാത്തവണ്ണം സമാധാനം കൊണ്ടും മനുഷ്യർ പൊറുതിമുട്ടും. അനർഹമായതൊന്നും ആർജിച്ചനുഭവിക്കാത്ത പോങ്ങന്മാരെ കൊണ്ട് ലോകം നിറയുമ്പോൾ സഹജീവി സ്നേഹവും സാഹോദര്യ ബുദ്ധിയും സമത്വ ചിന്തയും സാമൂഹ്യ ബോധവും നാടാകെ നിറയും. നമ്മുടെ ഈ ഭൂമി ഒരു സ്വർഗഗോളമാവും. സ്വർഗഗോളം. അതുകൊണ്ട് ഈ മുത്തുപോങ്ങനൊന്നേ പറയാനുള്ളൂ, സാധിക്കുമെങ്കിൽ സകലരും പോങ്ങന്മാരാവുക. ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ നാസ്തികരുടെ തടവിൽ കഴിയുന്ന സകല ഹൈന്ദവ ദൈവങ്ങൾക്കും എത്രയും വേഗം മോചനം ലഭിക്കട്ടെ എന്നും നിങ്ങളുടെ ഭക്തരുടെ തിരുമണ്ടയിൽ വെളിവ് വീഴട്ടെ എന്നും ദൈവസ്നേഹിതനായിട്ടുള്ള ഈ പോങ്ങൻ ഒരുമാതിരി പ്രാർത്ഥന പോലെ ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഈ സംസാരം ഇവിടെ നിർത്തുന്നു. ഹൈന്ദവ ദൈവങ്ങളുടെ മാനവും മുതലും നഷ്ടപ്പെടാത്ത ഒരു കേരളം തീർച്ചയായിട്ടും സംഭവിക്കട്ടെ. പോങ്ങയുഗ പിറവിക്ക് മുന്നിൽ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് പോങ്ങയുഗ പിറവിക്ക് മുന്നിൽ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് ഹൈന്ദവ ദൈവങ്ങളുടെ ഫീൽഡ് മാർഷൽ, സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷലായിട്ടുള്ള ഈ പോങ്ങൻ എല്ലാ ദൈവങ്ങളോടും അനുശോചനം അറിയിക്കുന്നു. നിങ്ങളുടെ ഭക്തർ ഇമാതിരി കൊജ്ഞാണന്മാരായി പോയതിലുള്ള ദുഃഖം വളരെ ആത്മാർത്ഥമായി പോങ്ങൻ പങ്കുവയ്ക്കുന്നു. എൻ്റെ ദൈവങ്ങളെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. എൻ്റെ പൊന്നു ദൈവങ്ങളെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. എൻ്റെ ദൈവങ്ങളെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അതുപോലെ നമ്മുടെ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന എല്ലാ പ്രബുദ്ധർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. ടാറ്റ. സ്നേഹം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.